നമസ്കാരം. വെൽത്ത് വിത്ത് സൗമ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ GCCയിലുള്ള NRIസിനെ ഉദ്ദേശിച്ചാണ്. നമ്മളിൽ പലരും വർഷങ്ങളായിട്ട് UAE, സൗദി, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ എന്നീ GCC രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേര് ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഇന്നത്തെ വീഡിയോ ഒരു ബിഗിനേഴ്സ് ഗൈഡാണ്. നമ്മൾ ജീവിക്കുന്ന കൺട്രീസിലെ ലോക്കൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എന്തൊക്കെയാണ് അതിന് വേണ്ടുന്ന ഡോക്യുമെന്റ്സ്, എന്തൊക്കെയാണ് അതിനുള്ള പ്രോസസ്സ്, സ്റ്റെപ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. എന്തുകൊണ്ട് നമ്മൾ ലോക്കൽ സ്റ്റോക്ക് മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ലോക്കൽ സ്റ്റോക്ക് മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മൾ കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. ബിസിനസ്സുകൾ വളരുന്നതനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും വളരും. രണ്ടാമത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കറൻസി അത് പെഗ്ഡ് കറൻസിയാണ്. അതായത് USDക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ആ കറൻസിയുടെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ കറൻസി റിസ്ക് ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന ബിസിനസ്സുകളിലാണ്. നമുക്ക് ചുറ്റുപാടുമുള്ള ഏതൊക്കെയാണ് നല്ല കമ്പനീസ്, ഏതൊക്കെയാണ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നത്, അതിന്റെ ഡീറ്റെയിൽസ്, ഇൻഫർമേഷനും നോളജും നമ്മളെടുത്തുണ്ട്. അപ്പോൾ നമുക്കൊരു ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കും. പെഗ്ഡ് കറൻസി ആണെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ കറൻസി റിസ്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ റുപ്പിക്ക് അഗെയിൻസ്റ്റ് അപ്രീസിയേഷൻ കിട്ടും. കുറെ കമ്പനീസ് ഇവിടെ റെഗുലർ ആയിട്ട് ഡിവിഡൻഡ് ഇൻകം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ലോക്കൽ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴിയുള്ള അഡ്വാൻറ്റേജസ്. ആർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം? വാലിഡ് ആയിട്ടുള്ള നാഷണൽ ID ഉള്ള ആരും ലോക്കൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എലിജിബിൾ ആണ്. അതുപോലെ തന്നെ UAEയിൽ 3 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് ഉള്ളത്. ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് DFO, അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ADX, നാസ്ഡക് ദുബായ്. ഇവിടെ 3-ൽ ഏതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്കൊരു നാഷണൽ ഇൻവെസ്റ്റർ നമ്പർ, NIN നമ്പർ എന്ന് പറയും, ഇത് ആവശ്യമാണ്. അത് ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ NIN നമ്പർ കിട്ടും. അതല്ല, നിങ്ങൾ ഒരു സ്റ്റോക്ക് ബ്രോക്കർ ത്രൂ ആണ് പോകുന്നതെങ്കിൽ ആ ബ്രോക്കർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് NIN രജിസ്ട്രേഷൻ ചെയ്തു തരും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെക്യൂരിറ്റീസ് അക്കൗണ്ട് അഥവാ ബ്രോക്കറേജ് അക്കൗണ്ട് വേണം. ഇപ്പൊ നിങ്ങളുടെ സാലറി ഇപ്പൊ ഏത് അക്കൗണ്ടിലാണോ പോകുന്നത് ആ ബാങ്കിൽ കോൺടാക്ട് ചെയ്യുക, അവിടുത്തെ കസ്റ്റമർ സർവീസുമായിട്ട് ചെക്ക് ചെയ്യുക. അവർക്ക് സെക്യൂരിറ്റീസ് അക്കൗണ്ടിനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു സെക്യൂരിറ്റീസ് അക്കൗണ്ടും കൂടെ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. അതില്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ബ്രോക്കേഴ്സ്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒത്തിരി ബ്രോക്കേഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓൺലൈൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേതാണോ ബെസ്റ്റ് ബ്രോക്കർ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. UAEയിൽ ഉള്ളവർക്ക് വയോ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കും ഉണ്ട്. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഞാൻ നിങ്ങളായിട്ട് ഇവിടെ 3 സ്ലൈഡ്സ് ഷെയർ ചെയ്യുകയാണ്. ഇതിൽ UAE, സൗദി, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ ആൻഡ് കുവൈറ്റ് ഈ രാജ്യങ്ങളിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, അവിടുത്തെ ബാങ്ക് ബ്രോക്കേഴ്സ്, ഇൻഡിപെൻഡന്റ് ബ്രോക്കേഴ്സ്, ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലോക്കൽ ബാങ്ക്സുമായിട്ടോ ബ്രോക്കേഴ്സുമായിട്ടോ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളിൽ പലരുടെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ നാട്ടിൽ തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇൻവെസ്റ്റ്മെന്റിന് എന്ത് സംഭവിക്കും? GCC സ്റ്റോക്ക് മാർക്കറ്റ്സിലെല്ലാം നിങ്ങളുടെ ബാങ്ക്സ് ത്രൂവും ബ്രോക്കേഴ്സ് ത്രൂവും നമ്മൾ റിസൈഡ് ചെയ്യുന്ന കൺട്രിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനും ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിന്റെ ഓണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടുന്നത് ബാങ്കിനെ അല്ലെങ്കിൽ ബ്രോക്കറിനെ മുൻകൂട്ടി അറിയിക്കുക, നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്യുക, പുതിയ കോൺടാക്ട് ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഫോൺ നമ്പർ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു കാര്യം ഇതിനകത്ത് വരുന്നത്, നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്തതിന് ശേഷം ഏത് കൺട്രിയിലാണ്, ഇന്ത്യയിലോ അല്ലെങ്കിൽ വേറെ ഏത് കൺട്രിയിലാണോ നമ്മൾ റെസിഡന്റ് ആയിട്ടുള്ളത് ആ കൺട്രിയുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആപ്ലിക്കബിൾ ആയിരിക്കും. അതാണ് ഒരു മേജർ ആയിട്ടുള്ള ചേഞ്ച്. അല്ലാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് റീലൊക്കേഷൻ കൊണ്ട് വലിയൊരു എഫക്ട് ഉണ്ടാകില്ല. അടുത്ത ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പലരുടെയും മനസ്സിലുള്ളത്, ഇൻവെസ്റ്റർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ത് പറ്റും, ഇത് ആർക്ക് കിട്ടും? ഈ ഓരോ കൺട്രിയിലും സക്സഷൻ ലോയും ഇൻഹെറിറ്റൻസ് ലോയും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അതൊരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് ആണെങ്കിൽ, എന്തുകൊണ്ടാണ് ഞാൻ എമൗണ്ട് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് ആ സിഗ്നിഫിക്കന്റ് എമൗണ്ട് എന്നുള്ളത് മാറും. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബില്ല് രജിസ്റ്റർ ചെയ്ത് ഒരു ബില്ല് വെക്കണം. അതുപോലെ തന്നെ ഒരു ഫാമിലി മെമ്പറിനെയെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യണം. ഡോക്യുമെന്റ്സ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിയർ ആയിട്ട് സേവ് ചെയ്യുകയും സൂക്ഷിക്കുകയും ഒരാളിനെങ്കിലും മിനിമം അറിയിക്കുകയും വേണം. അടുത്ത സ്ലൈഡിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഓരോ കൺട്രിയിലും നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് അഫോർഡബിൾ ആയിട്ട് ഒരു ബില്ല് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. ഈ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷനോടൊപ്പം
നിങ്ങൾ ലോക്കലി നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ച വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. FCNR ആണ് നമ്മൾ അടുത്ത ആഴ്ച കവർ ചെയ്യുന്ന ടോപ്പിക്.